ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എന്താ ഈ ലോട്ടസൊക്കെ വരയ്ക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ? വേറൊന്നുമല്ല, ഇന്ന് നമ്മളൊരു ഓൺ ഔട്ട്ഫിറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പഴയ മുണ്ടിൻ്റെ നേരിയത് എടുത്തിട്ടുണ്ട്, സെറ്റ് മുണ്ടിൻ്റെ. അത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ കരയൊക്കെ വെട്ടിക്കളഞ്ഞ് ഒരു പരുവത്തിനൊക്കെ ആക്കിയെടുത്ത് നമ്മുടെ കമ്മൂസിന് വേണ്ടിയാണ് തയ്ക്കുന്നത്. കമ്മൂസിൻ്റെ ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അളവൊക്കെ നോക്കി വരച്ച് അത് അമ്മയാണ് ചെയ്തു തന്നത്. ബാക്കി നമ്മളിന്ന് വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ തയ്യൽ മെഷീനിലല്ല ചെയ്യുന്നത്, കൈത്തയ്യലിലാണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ക്. അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിനകത്താണ് അത് വരച്ചത്. അതിനുശേഷം അതിൻ്റെ പുറത്തൂടെ വരയ്ക്കാൻ നല്ല പാടായിരുന്നു. കൂടെ ഫോണിനകത്ത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ വരുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അതെല്ലാം കൃത്യമായിട്ട് വരച്ച് അത് കഴിഞ്ഞിട്ട് ഈ കമ്മൂസിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടല്ലോ അല്ലേ? അതാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് പോയിട്ടാണ് ബാക്കി റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ആദ്യം ഒരു ലൈറ്റായിട്ടാണല്ലോ വരയ്ക്കുന്നത്. ചില ലീഫ് ആ ഒരു ഇതളൊക്കെ അത്ര എന്താ പറയുക ഷാർപ്പായിട്ടൊന്നും വന്നില്ല. ഞാനിതിനകത്തൊരു തുടക്കക്കാരിയാണ്. എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ സർവത്ര ലോട്ടസ് പ്രിൻ്റ് ആണല്ലോ, ലോട്ടസിൻ്റെ സാരി ഇറങ്ങുന്നു, അതുപോലെ തന്നെ സ്കേർട്ടും ബ്ലൗസും. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി വെറുതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി, നമുക്കൊരു കണ്ടൻറ്റും ആകുമല്ലോ. അങ്ങനെ ഞാനത് ചെയ്തതാണ്. അതിനുശേഷം അത് ഞാൻ ആ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ടും വരച്ചു. ഇതേ സെയിം അളവിൽ തന്നെ ഒരു ലൈനിങ്ങിൻ്റെ തുണിയും അതിനകത്ത് തന്നെ സെയിം ആ നേരിയതിനകത്തു നിന്ന് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് രണ്ടും കൂടെ ചേർത്തിട്ട് കഴുത്തൊക്കെ കൈത്തയ്യൽ തയ്ച്ചെടുത്തു. എല്ലാം കൈത്തയ്യൽ തന്നെയാണ് തയ്ച്ചത്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് വിട്ടു പോകുമോയെന്ന്. പിന്നെ അമ്മ അത്യാവശ്യം എക്സ്പേർട്ടാണ് തയ്ക്കാനായിട്ട്. മെഷീനുണ്ട് വീട്ടിൽ, പക്ഷേ എനിക്ക് മെഷീനിൽ തയ്ക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൈത്തയ്യൽ ട്രൈ ചെയ്ത് നോക്കിയത്. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മയെക്കൊണ്ട് മെഷീനിൽ തയ്പ്പിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മെഷീനിൽ തന്നെ തയ്ച്ചേനെ. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയായിരുന്നു. കാരണം ഇത് 3-4 ദിവസം എടുത്തു ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ. കുറച്ച് സമയം ഓരോ ദിവസവും കിട്ടത്തുള്ളൂ. കിട്ടുന്ന സമയത്താണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കംപ്ലീറ്റ് ആക്കി ഷോൾഡർ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തു. ഇനി സൈഡ് മാത്രം അടിച്ചാൽ മതി. എന്നിട്ടത് ഫ്രണ്ട് ഭാഗത്ത് പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി സൈഡൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാനൊരു നമ്മുടെ വൈറ്റ് കോട്ടാണ് അടിക്കുന്നത്. ഫസ്റ്റ് ഒരു വൈറ്റ് കോട്ട് അടിച്ചിട്ട് നമ്മുടെ അക്രിലിക് പെയിൻ്റ് ഇല്ലേ, അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ക്യാമലിൻ്റെ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു. പിന്നെ ആദ്യം ഞാൻ ഒരു റോസ് കളർ കൊടുത്തത് ഫ്ലോപ്പായി. ആ കളർ മാറ്റിയിട്ട് പിന്നെ കറക്റ്റ് ഒരു മജന്ത കളർ തന്നെ എടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് ലോട്ടസിൻ്റെ ഒരു കളർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണും. നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ ചീത്ത വിളിക്കരുത്. ഇന്ന് നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതേപോലെയൊക്കെ ആക്കിയെടുക്കാനുള്ള ഓരോ കോപ്രായങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഒരുവിധമൊക്കെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പച്ച കളർ നമുക്ക് കിട്ടിയില്ല. ഞാൻ ഒരുപാട് കടയിൽ നോക്കി. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ പച്ച നിങ്ങൾക്ക് കാണും മനസ്സിലായി. എനിക്കൊരു ലൈറ്റ് ഗ്രീൻ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അത് കിട്ടിയില്ല. ലൈറ്റും ഡാർക്കും കൂടെ കോമ്പിനേഷൻ ചെയ്ത് അടിക്കാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഇത് ഡാർക്ക് ഗ്രീൻ മാത്രമായിരുന്നു. കണ്ടോ, ആ ലീഫിന് അങ്ങനെയൊക്കെ വരച്ച് അടിച്ചിട്ട് പിന്നെ അത് എങ്ങനെയാണ് സൈഡൊക്കെ കൊടുക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നു. ഞാൻ പിന്നെ വൈറ്റ് കൊണ്ട് തന്നെയാണ് കൊടുത്തത്. പിന്നീടൊക്കെ ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ലൈറ്റ് ഗ്രീൻ കൊണ്ട് നമ്മൾ കളർ അടിച്ചിട്ടാണ് ഡാർക്ക് ഗ്രീൻ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക ചെയ്യാറ്. അപ്പോൾ അതുപോലെ വരുമെന്ന്. എന്തായാലും എൻ്റെ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ താഴോട്ട് നോക്കിയപ്പം അതിൻ്റെ എൻഡിലൊരു ഭംഗിയില്ല. അപ്പം എന്ത് ചെയ്തു, വേറൊരു കൺമണിയുടെ തന്നെ ഒരു ഉണ്ണിമുണ്ടുണ്ടായിരുന്നു. ആ മുണ്ടിനകത്ത് കസവ് വെട്ടി ഇതിൻ്റെ തുമ്പത്തങ്ങ് വെച്ച് തയ്ച്ചു കൊടുത്തു. പിന്നെ നോക്കിയപ്പോൾ കഴുത്ത് പ്ലെയിനായിട്ട് കിടക്കുന്നു. അവിടെ ഇനി എന്തെങ്കിലും താമര വരയ്ക്കാനൊന്നും എൻ്റെ ഒരു മൈൻഡിൽ ഒരു പ്ലാനും വന്നില്ല. അപ്പം ഞാനൊരു ലേസ് എടുത്ത് അവിടെ അങ്ങ് ഒട്ടിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് ഒട്ടിക്കാൻ നേരത്ത് കമ്പനിയുടെ ഓരോ ഡിസ്റ്റർബൻസ്. ഞാനിതെന്തെങ്കിലും ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും അവളുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ എത്തിയപ്പോഴത്തേക്കും ആൾക്ക് ഇതിനകത്ത് പെയിൻ്റ് അടിക്കണം. ഞാൻ പെയിൻ്റ് അടിക്കുന്നതൊക്കെ അവൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറ്റി ഇരുത്തിയപ്പോഴത്തേക്കും പിന്നെ ബ്രഷും ഒക്കെ എടുത്ത് ആശാൻ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ പശയാണ് യൂസ് ചെയ്യുന്നത്. B700 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡ്രസ്സിനകത്തൊക്കെ ഒട്ടിക്കാനായിട്ട് നമുക്കത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഒട്ടിച്ചു. അതിനുശേഷം എന്താ പറയുക, അവൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞങ്ങൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൂസാണ്. ഞാനൊരു എക്സ്ട്രാ അളവൊക്കെ എടുത്തിട്ട് 10 സെൻറ്റിമീറ്റർ മതിയായിരുന്നു അവളുടെ ഫ്രണ്ടിലത്തെ ചെസ്റ്റ് സെൻറ്റിമീറ്റർ ഇഞ്ചളവ്
ജസ്റ്റിന് 10 മതിയായിരുന്നു, പക്ഷെ ഞാനത് ഒരു 16 ഇട്ടാണ് തയ്ച്ചത്. പിന്നെ ഷേപ്പടിച്ച് വീണ്ടും വീണ്ടും കൈത്തയ്യലിൽ തന്നെ ഒരുവിധമൊക്കെ ആയിട്ട് ഒപ്പിച്ചെടുത്തു. എന്നിട്ടും ഇട്ട് കഴിഞ്ഞപ്പം ഫൈനൽ ഏറ്റവും ലാസ്റ്റ് ഇടാൻ നേരത്തും ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു, കാരണം ഷോൾഡർ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആളുടെ വക പാരായണമൊക്കെ ഉണ്ട്, രാമരാമയൊക്കെ ചൊല്ലുന്നുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നമ്മളതെല്ലാം ഒട്ടിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അത് മാത്രമായിട്ട് ഒരു രസമില്ലെന്ന് തോന്നി. വീണ്ടും എന്തെങ്കിലും കുസ്മത്ത് പണി കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ലേസ് തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു നെക്ലേസ് ഒക്കെ പോലെ നമ്മൾ ചെയ്യില്ലേ, ഇങ്ങനെ അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് തോന്നുമല്ലോ, അതാണല്ലോ നമ്മുടെ പ്രശ്നം. ഇതിനെല്ലാം എനിക്ക് നല്ല ചീത്ത കേൾക്കുന്നുണ്ട്. ഈ സമയമില്ലാത്ത സമയത്ത് എന്തിനാണ് ഇതിനകത്തൊക്കെ പുറയിൽ ഇറങ്ങിത്തിരിക്കുന്നതെന്ന്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാറും ഉണ്ടായിരുന്നു. അന്നൊന്നും യൂട്യൂബ് ചാനലില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്താലും യൂട്യൂബ് ചാനലൊക്കെ എടുത്തിടുന്നത് കൊണ്ട് ഒരാഗ്രഹം. മാത്രമല്ല ഇതിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്. അത് കഴിഞ്ഞിട്ട് കമ്മൂസിട്ടിട്ടുള്ളൊരു വീഡിയോ കാണാം. അപ്പോൾ ഇത് കമ്മൂസിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ, കമൻറ്റ് ചെയ്തേക്കണേ, അവർക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ മൈനാപ്പള്ളിയിൽ ശ്രീമാടന്നട ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊരു താമര വയലാണ്, പാടമാണ്. അവിടുത്തെ നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്. പക്ഷേ വലിയ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, ഇവിടെ ഓടി മറിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.